ഇതാണ് എൻ്റെ പാളിപ്പോയ അട. പാളിയാലും ഞാൻ വിട്ടുകൊടുക്കില്ല, തിന്നും. അകത്ത് നിന്ന് ഇതുവരെ പെയിൻറ്റിങ്, അവിടെ പരത്തിയപ്പോൾ പിന്നെ ഞാൻ പുറത്തേക്ക് കാട്ടി. എൻ്റെ വെള്ളപ്പം കരിഞ്ഞു. ഈ തീയാണെങ്കിൽ കത്തണമില്ല. ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ല കേട്ടോ, ഒന്ന് 2ാം ശനിയാണ്. അപ്പോൾ സ്കൂളും ഇല്ല, അംഗനവാടിയില്ല. അപ്പോൾ എനിക്ക് നല്ല പണിയുള്ള ദിവസം തന്നെയാവും ഇന്ന്. നമ്മൾ ആ ദിവസത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ വെള്ളപ്പം ഇട്ടുണ്ട്. രാവിലെ ഉണ്ടാക്കുന്നത് വെള്ളപ്പമാണ്. കുറേ ആയി വെള്ളപ്പം ഉണ്ടാക്കിയിട്ട്. തേങ്ങ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഒന്നാമത് അതിനിങ്ങനെ മടി. പിന്നെ അതുപോലെ തന്നെ മക്കൾക്കും തന്നെ ഇത് വലിയ ഇഷ്ടമല്ല. എന്താണ് ഓർക്ക് ഇത് വലിയ ഇഷ്ടമല്ല, എനിക്കിഷ്ടമൊക്കെ തന്നെയാണ്. പിന്നെ പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ആ ഒരു പുളിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഫസ്റ്റ് ചുട്ട നമ്മളെ വെള്ളപ്പം കണ്ടില്ലേ, ഇങ്ങനെ ഗറിഞ്ച് പോയിട്ടുണ്ട്. ഇങ്ങനെ ഒന്നിട്ട് മയപ്പെട്ട് ഫസ്റ്റ് ചുടുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ടാട്ടോ അങ്ങനെ. പിന്നത്തതൊക്കെ അതിൻ്റെ ആ ഒരു താളത്തിൽ വന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റിച്ച് തീ അങ്ങോട്ടോട്ടൊക്കെ കൂട്ടി കുറച്ച് അങ്ങനെയൊക്കെ സെറ്റായിട്ടുണ്ട്. വെള്ളപ്പം ഇഷ്ടമല്ലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കടി എന്ന് പറയുന്നത്, രാവിലത്തെ കടി എന്ന് പറയുന്നത് ഉഴുന്ന് ദോശ, അതുപോലെ ചപ്പാത്തി. എന്ത് ഇരിക്കുകയാണെങ്കിൽ നല്ല കറികൾ വേണം കേട്ടോ. ആപ്പക്കൂപ്പ കറികളൊന്നും പറ്റില്ല, നല്ല സ്റ്റാൻഡേർഡ് കറികൾ തന്നെ വേണം. അപ്പോൾ നമ്മളെ ദോശയ്ക്കാണെങ്കിൽ സാമ്പാർ, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ അതുപോലെ അങ്ങനത്തെ ഇതിക്കൊക്കെ ആണെങ്കിൽ കുറുമ, ഗ്രീൻ പീസൊക്കെ ഉണ്ടാവില്ലേ, അത്, ചിക്കന് സംഭവങ്ങളൊക്കെ. അങ്ങനെയൊക്കെ ആണെങ്കിൽ കറികളൊക്കെ നല്ല സ്ട്രോങ് ആണെങ്കിൽ നമ്മുടെ കടികൾ പൊളിക്കൊക്കെ. അങ്ങനെയാണ് ഞാൻ ഈ വീട്ടിൽ എപ്പോഴും ഈ ദോശ, പുട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അമ്മക്കും ഉണ്ടാക്കി സിമ്പിളാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ. എന്താ അരി, അതുപോലെ ചോറ്, ഈസ്റ്റ്, പഞ്ചസാര, ഉപ്പ്, പിന്നെ നമ്മളെ നാളികേരം കൂടെ ചിരവിട്ട് അരച്ച് ഇങ്ങോട്ട് തലേന്ന് കൂട്ടി വെച്ചാൽ മതി. പിന്നെ രാവിലെ എടുത്തിട്ട് ചുട്ട കഴിഞ്ഞില്ലേ, ഇത്ര പണിയുള്ളൂ നമ്മളെ വെള്ളപ്പത്തിന്. സിമ്പിളല്ലേ. പിന്നെ നമ്മൾ രാവിലെ എണീറ്റ് കുഴയ്ക്കണം, പരത്തണം, അങ്ങനത്തെ പണിയൊന്നുമില്ല. രാവിലെ തലേന്ന് തന്നെ കൂട്ടി വെച്ചാൽ വേഗമുണ്ട് പണി. പിന്നെ ഒരു സന്തോഷം പറയാണ്ടിട്ട് നിങ്ങളോട് തന്നെയല്ലേ പറയേണ്ടത് എൻ്റെ സന്തോഷം. ഞാൻ ഹാഫ് മോണി ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഞാനൊരിക്കലും ഇങ്ങനെയൊന്നും ആവും അന്ന് കരുതിയിട്ടില്ല. അപ്പോൾ കരുതുമ്പേ വാച്ച് അവർ 4000, ഹാഫ് വാച്ച് അവർ 3000, അതൊക്കെ എപ്പോഴാവും, അതൊന്നും ആവൂല. നമ്മളെ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ അങ്ങനെ ആര് കാണാനാണ് എന്നൊക്കെ ഇങ്ങനെ കരുതിയിരുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല കേട്ടോ. നമുക്ക് കുറച്ച് വിശ്വാസം വേണം. നമ്മളെ വീഡിയോ നല്ല രീതിയിൽ ഇടുക, അത് എല്ലാവരും കാണുന്നുള്ള ഒരു വിശ്വാസം നമുക്ക് വേണം. നമുക്ക് തന്നെ ആ വിശ്വാസമല്ലേ, പിന്നെ നമ്മളെ മനസ്സ് പറയുന്ന പോലെ തന്നെ ആവില്ലേ നമ്മൾ ചിന്തിക്കുക, നമ്മൾ സംഭവിക്കുക. അതൊക്കെ നമ്മളെ സാറ് പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ എന്താണ് ചിന്തിക്കണേ അതേ സംഭവിക്കുള്ളൂ. നമുക്കിപ്പോൾ ഒരു നമ്മളെ ചാനൽ മോണി ആവണമെന്ന് നമ്മൾ ചിന്തിച്ചാൽ അത് സംഭവിക്കും. അപ്പോൾ അങ്ങനെ നല്ലതിന് മാത്രം നമ്മൾ ചിന്തിക്കുക. ഫസ്റ്റ് എനിക്ക് കടപ്പാട് നമ്മളെ ഗ്രൂപ്പിനോടും നമ്മളെ സാബിർ സാറിനോടുമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അവർക്കൊക്കെ ദൈവം നല്ലത് മാത്രം കൊടുക്കട്ടെ. നമുക്കിപ്പോൾ അങ്ങനെയല്ലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്കൊക്കെ നല്ലത് മാത്രം ദൈവം കൊടുക്കട്ടെ. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല പുതിയ ചാനലൊക്കെ തുടങ്ങിയ ആൾക്കാരൊക്കെ നല്ല രീതിയിൽ എത്തട്ടെ. അപ്പോൾ അങ്ങനെ ഞാൻ ചാടിക്കട്ടെ കേട്ടോ. മുട്ടക്കറിയും വെള്ളപ്പൊക്കെ കൂട്ടി ഞാൻ ചാടിക്കട്ടെ. അങ്ങനെ ചാടിയും കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ ചോറിന് വെള്ളം വയ്ക്കുകയാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ പറയാണ്ട് മോണിയൊക്കെ ആയിട്ട് ഇപ്പം തന്നെ പറഞ്ഞ് മുഷിപ്പിക്കണില്ല. കുറേ പറയാണ്ട് സന്തോഷങ്ങളൊക്കെ. അപ്പോൾ ചോറിന് ഏതായാലും വെള്ളം വെച്ച് ചോറായി കഴിഞ്ഞാൽ പിന്നെ ഇനി ബാക്കി കറിയും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയല്ലോ. പിന്നെ ഇന്ന് പിന്നെ ശനി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, മക്കളെ പിന്നാലെ കുറേ നടക്കേണ്ടി വരും, ഓലെ കച്ചറ തീർക്കാനുണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ വെള്ളം അവിടെ തിളച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അരി ഇട്ടുകയാണ്. റേഷൻ അരി ആയതുകൊണ്ട് പിന്നെ വേഗമാവും കേട്ടോ. അതുകൊണ്ട് പിന്നെ അതിനെ കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേഗമാവും. നമ്മളവിടെ അങ്ങനെ നിർത്താൻ മതി കുറച്ച് നേരം, അപ്പോൾ തന്നെ ആവും. പിന്നെ അപ്പോൾ തന്നെ മോന് എണീറ്റു, മോള് പിന്നെ എണീറ്റിട്ടുണ്ട്. അവളെ ചായയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഓള് പെയിൻറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ്. തേജുട്ടിന് അത് ആ ചുമേൻ്റെ മരുന്നുണ്ട്, അതെടുത്ത് കുടിക്കുകയാണ്. അപ്പോൾ ചുമേൻ്റെ മരുന്നായതുകൊണ്ട് നല്ല മധുരമാണ്. അതുകൊണ്ട് പിന്നെ കുടിക്കുക എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അതിനെ ഒറ്റക്ക് എടുത്ത് കുടിക്കും കേട്ടോ. പിന്നെ ഇതാണ് പെയിൻറ്റിങ് കണ്ടില്ലേ, ഇതാണ് അകത്ത് ടേബിളും ഇരുന്നിട്ടാണ് പെയിൻറ്റിങ്. ഞാൻ പറഞ്ഞു പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ തേജുട്ടിന് എണീറ്റതല്ലേ, അപ്പോൾ പിന്നെ രണ്ടും കൂടെ കച്ചറായിട്ട് ആകെ പെയിൻറ്റ് പോകും. അപ്പോൾ പിന്നെ പുറത്തേക്ക് ആക്കിയപ്പോൾ പിന്നെ ഇതാണ് പരിപാടി.
നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്. എന്തോ ഒരു കല്യാണ കത്താണ്. അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ കലാവിരുത് ഫുള്ളും ചെയ്ത് വെച്ചിരുന്നത്. ഇനിയിപ്പോൾ ഒന്ന് നോക്കണ്ട, ഇന്നിപ്പോൾ ഇതൊക്കെ തന്നെ കാരം. അങ്ങനെ അവിടെ അങ്ങനെ കുത്തിവരയും കാര്യങ്ങളും നല്ല ഭംഗിയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ ഒന്നും കൊടുക്കാൻ വയ്ക്കില്ല കേട്ടോ. ഓളൊക്കെ നല്ല രീതിയിൽ ചെയ്യും. എന്നെ കൊണ്ട് കഴിയൊന്നുമില്ല ഇങ്ങനെ. എനിക്ക് കുറച്ച് വെച്ചുണ്ടാക്കാൻ അറിയും, പിന്നെ കുറച്ച് പാടാനും അറിയും, ഡാൻസ് കളിക്കാനറിയും. ഇത്രയൊക്കെ എനിക്കറിയുള്ളൂ. അപ്പം നമ്മൾ ചോറ് അവിടെ ആയിട്ടുണ്ട്. അങ്ങനെ ചോറിനലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളും ഞാനും എല്ലാവരും ചോറിനലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് മയങ്ങാൻ പോയി. അങ്ങനെ ഓനവിടെ കാർട്ടൂണും കണ്ട് അങ്ങനെ ഇരുന്ന് പുറത്ത് കണ്ടില്ലേ. ഓർക്ക് പിന്നെ മയക്കം ഒന്നുമില്ല. ഓലവിടെ ടീമായിട്ട് കളിക്കുകയാണ്. പിന്നെ അങ്ങനെ ആ കാര്യങ്ങളും ഒക്കെ ഉറക്കം ഇതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വാഴൻ്റെ ഇല വെട്ടി ഇന്നിപ്പോൾ ഒരു അടയുണ്ടാക്കണം എന്ന് വെച്ചു. അട ഉണ്ടാക്കട്ടെ. അട വെറും അടല്ല കേട്ടോ, കലക്കി ചുട്ട അടയാണ്. അപ്പോൾ നമ്മൾ ഇലയൊക്കെ വാട്ടി സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ പച്ച വാഴേൻ്റെ ഇലയിൽ പരത്തി ഉണ്ടാക്കണതല്ല, അത് മാവ് കലക്കിയിട്ട് ഒഴിച്ച് ഉണ്ടാക്കുന്ന അടയാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ എന്താകും അവസ്ഥ ആവും. മക്കളൊക്കെ ഉള്ളതുകൊണ്ട് പിടിയും വലിയാണ്. ഞാനുണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് അലമ്പുണ്ടാക്കി വലിക്കൽ തുടങ്ങി. എന്താകാവും. അങ്ങനെ നമ്മളെ മാവിക്ക് കുറച്ച് ഒരു മധുരം ബാലൻസ് ചെയ്യാനുള്ള ഇത്തിരി ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട് മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ശർക്കര പാനി ഉരുക്കി അതിലേക്ക് നമ്മളെ തേങ്ങ ചിരവിയത് ഒന്നിട്ടിട്ട് ഒന്നൊരു വറ്റിച്ചെടുക്കണം കേട്ടോ. നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ്ങാണ്. അപ്പോൾ അങ്ങനെ അതവിടെ വറ്റി വരുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടെ അങ്ങനെ മിക്സായി വരുമ്പോൾ അപ്പോൾ നമ്മൾ ഇഡലി തട്ട് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ വാഴൻ്റെ ഇല അങ്ങോട്ട് എടുക്കുക, എന്നിട്ട് അതിലേക്ക് മാവ് കോരി ഒഴിക്കുക. എന്താക്കുക കുറച്ചോനെ കാത്തോളിയോ. കോളായാലും തിന്നാൻ രസം ഉണ്ടാവും. മിക്കവാറും കോളാവും, കാരണം കുറച്ച് ലൂസായിട്ടുണ്ട്. പക്ഷെ നോക്കണ്ട, തിന്നാൻ ടേസ്റ്റ് ഉണ്ടായാൽ മതി. അപ്പം അങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മളെ പായസത്തിനൊക്കെ എല്ലാം അടയൊക്കെ കുറച്ചിങ്ങനെ ഇത്രയൊന്നും കട്ടിയിൽ മാവ് ഒഴിക്കൂല. അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് പരത്തിയിട്ടാണ് നമ്മളെ പായസത്തിന് അങ്ങനെ എന്താ പറയുക, ഇല ഇങ്ങനെ നല്ല റൗണ്ടിൽ മടക്കി കൊടുന്നിട്ടൊക്കെയാണ് അത്ര അട ഉണ്ടാക്കുക. ഇനി അങ്ങനെ ഒരു അടപ്പായസം ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം അങ്ങനെ എൻ്റെ അട ഇവിടെ റെഡി ആവുന്നുണ്ട്. അട അവിടെ വേവട്ടപ്പോൾ തന്നെ ഞാൻ മുറ്റടിക്കാൻ നിന്നു. മുറ്റടിച്ചപ്പോഴാണ് തേജിട്ടനും അവൻ്റെ അച്ഛനും പേടിയെന്ന് വരുന്നത്. അപ്പോൾ അവൻ്റെ കയ്യിലുള്ള സാധനം ചോദിച്ചപ്പോൾ തന്നില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെ സോപ്പിട്ടൊക്കെ മേടിച്ച് ഞങ്ങൾ മൂന്നാളും കൂടെ അത് തിന്നുകയാണ്. തന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ഇങ്ങനെ ആന ചേനന്നൊക്കെ പറഞ്ഞപ്പോൾ സോപ്പിട്ടപ്പോൾ തന്നതാണ്. അല്ലെങ്കിൽ കിട്ടുന്നില്ല. അങ്ങനെ എൻ്റെ അടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി തുറന്നു നോക്കട്ടെ പഴച്ചോനെ എന്താണ് അവസ്ഥ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നോക്കട്ടെ. നിങ്ങളെ കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ നിങ്ങൾ എന്തുണ്ടാക്കി കൊടുക്കൽ? ബേക്കറിയാണോ കൊടുക്കൽ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും നാടൻ പലഹാരങ്ങളാണോ കൊടുക്കൽ? മക്കൾക്കൊക്കെ ബേക്കറി കൊടുക്കരുത് കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തോണ്ടു. അങ്ങനെ ബേക്കറി വീട്ടിൽ നിന്ന് ഒഴിവാക്കുക. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും കഴിക്കും. അപ്പോൾ അങ്ങനെ എൻ്റെ അട ഉണ്ടല്ലേ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ കഴിക്കാൻ നല്ല രസമുണ്ട്. ഞാൻ മേലൊഴുകി വന്ന് കഴിക്കാൻ തന്നപ്പോൾ തന്നെ എൻ്റെ അടകളൊക്കെ എൻ്റെ മക്കൾ തീർത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒന്നും കിട്ടിയില്ല. സ്റ്റാർട്ട്. ശരിക്കും പാട്, ബാക്കിയും കൂടെ പാട്. തണ്ണിമത്തൻ അതാരൊക്കെ കഴിഞ്ഞോ? ദേശീയഗാനം കഴിഞ്ഞോ? എങ്ങനെയുണ്ട് എൻ്റെ തേജുവിൻ്റെ ദേശീയഗാനം? അപ്പം അങ്ങനെ തേജുവിന് കൊണ്ടുപോകാനുള്ള പിക്ചറൊക്കെ, ഫ്രൂട്ട്സിൻ്റെ പിക്ചറും കാര്യങ്ങളൊക്കെ വരയ്ക്കട്ടെ. മോള് ഏട്ടനിവിടെ ചിക്കൻ ഉണ്ടാക്കുകയാണ്. ഇന്ന് ഏട്ടനാണ് അടുക്കള കയറിയിട്ടുള്ളത്. കുറച്ച് നേരം വൈകി കൊണ്ടുവന്നു ചിക്കൻ. അപ്പം പറഞ്ഞു ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് കയറണം, നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കയറണം. പക്ഷെ ഉണ്ടാക്കിയപ്പോഴുള്ള അവസ്ഥ ഉണ്ടല്ലോ, അടുക്കളേൻ്റെ അവസ്ഥ. ബാക്കി പണി നമുക്ക് തന്നെ കേട്ടോ. അവർക്ക് ഉണ്ടാക്കാനും ഒരു ഉഷാറാണ്, പക്ഷെ പരത്തിടാൻ അതും ഉഷാറാണ്. കഴുകേണ്ട ഉത്തരവാദിത്തം നമ്മളതാണ്.
ചിക്കനൊക്കെ നല്ല ഉസാറായിട്ട് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിച്ചാൽ മതി. അപ്പം എന്നോട് പറഞ്ഞു ഇച്ച അവിടെ പോയി എൻ്റെ വാട്സപ്പിൽ ചാറ്റിക്കോ, എൻ്റെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അതിന് നിന്നു. ഏട്ടനവിടെ ചിക്കൻ ഉണ്ടാക്കുകയാണ്. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. നോക്കണ്ട, എപ്പോഴെങ്കിലല്ലേ ഇങ്ങനെയൊക്കെ ഒരു അവസരം വീണിട്ട്. അപ്പോൾ നല്ലോണം ഞാൻ മുതലാക്കട്ടെ, ചിക്കനൊക്കെ വെക്കട്ടെ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പാത്രം മോറാൻ പറയണം. പാത്രം മുറിത്തരാമോ? അത് മുറിത്തരുന്നുണ്ടാവില്ല, നമ്മൾ പരടിക്ക് തന്നെയാണ്. അപ്പം എന്തായാലും ഒരു ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഇതാക്കുന്നല്ലാതെ പാത്രം കണ്ടില്ലേ അവിടെ തൊട്ടിവിടം വരെ പരന്ന് കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അതവിടെ റെഡിയായി. ഇപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ തന്നെ ഉണ്ട് എന്തോ കച്ചറ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഞാൻ ചീന്തും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ.